പശ്ചിമ ബംഗാൾ ഇനി മാറുകയാണ്. ഓരോ ഭരണ സംവിധാനങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാകും. ബിജെപിയുടെ ആദ്യ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി ചുമതലയേറ്റതിന് പിന്നാലെ വലിയ രീതിയിൽ ഭരണപരമായ മാറ്റങ്ങൾ പശ്ചിമ ബംഗാളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ സുബ്രത ഗുപ്തയെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ശനിയാഴ്ച സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. ബംഗാൾ കേഡറിലെ 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഗുപ്തയെ അടുത്തിടെ സമാപിച്ച 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക റോൾ നിരീക്ഷകനായി നിയമിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്ന് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോഴ്സ് വകുപ്പ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ സുബ്രത ഗുപ്തയെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിക്കുന്നതിന് ഗവർണർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സുബ്രത ഗുപ്തയുടെ ഭരണപരിചയവും നയപരവും ഭരണപരവുമായ കാര്യങ്ങളിൽ പുതിയ സർക്കാരിനെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ സഹായിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സുബ്രത ഗുപ്തയ്ക്ക് വിപുലമായ ഭരണ പരിചയമുണ്ട്. ഡോക്ടർ സുബ്രത ഗുപ്ത ബംഗാൾ സ്വദേശിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ഒബ്സർവർ എന്ന നിലയിൽ പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം ഗണ്യമായ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം മേൽനോട്ടം വഹിക്കാൻ 2025 നവംബറിൽ കമ്മീഷൻ അദ്ദേഹത്തെ പശ്ചിമ ബംഗാളിലെ പ്രത്യേക റോൾ ഒബ്സർവറായി നിയമിച്ചു. തന്റെ ഭരണകാലത്ത് 27 വ്യത്യസ്ത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള സുബ്രത ഗുപ്തയ്ക്ക് 35 വർഷത്തെ ഭരണ പരിചയമുണ്ട്. ഇടതുപക്ഷം അതോടൊപ്പം തന്നെ TMC സർക്കാരുകളുടെ കാലത്ത് സംസ്ഥാനത്ത് വിവിധ ഭരണപരമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളതിനാൽ ബംഗാളിനെ കുറിച്ചുള്ള ശക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി 2017 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ശാന്തനു ബാലയെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിച്ചു. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റായി ശാന്തനു ബാല മുമ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സർക്കാർ മാറ്റത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ നിയമനങ്ങൾ എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ 2 ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് 9 കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. സുവേന്ദു അധികാരി സംസ്ഥാനത്തെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ 15 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചരിത്ര വിജയം നേടിയിരുന്നുവെന്ന് ശ്രദ്ധേയമാണ്. മെയ് 4 ബംഗാൾ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. പഞ്ചാബിൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 207 സീറ്റുകളുമായി വൻ വിജയം നേടി. TMC അഥവാ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളുമായി ചുരുങ്ങി. മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രമായ ഭവാനിപൂരിൽ സുവേന്ദു അധികാരി അവരെ പരാജയപ്പെടുത്തിയത് വലിയൊരു ചരിത്രപരമായി. നന്ദിഗ്രാം സീറ്റും സുവേന്ദു അധികാരി ജയിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു സീറ്റ് ഒഴിയേണ്ടി വരും. കാരണം 55 വർഷത്തിനിടെ ആദ്യമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കൊൽക്കത്തയ്ക്ക് പുറത്തുള്ള ഒരു പ്രദേശത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ്. സുവേന്ദു അധികാരി കിഴക്കൻ മെദിനിപൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. കൊൽക്കത്തയ്ക്ക് പുറത്തു നിന്ന് മുഖ്യമന്ത്രിയായ അവസാന വ്യക്തി അജയ് കുമാർ മുഖർജിയാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 1971 ജൂണിൽ അവസാനിച്ചിരുന്നു.